ജെയിൻ ടി വി ഒരുക്കിയ ITL വേൾഡ് ജൂനിയർ ഐഡൽ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾ പ്രേക്ഷകർക്ക് ഒരുപാട് നല്ല ടാലന്റഡ് സിംഗേഴ്സിനെ ഞങ്ങൾ സമ്മാനിച്ചു. അതേപോലെ ഈ സീസൺ 2-ലും ഞങ്ങൾക്ക് ഒരുപാട് നല്ല ടാലൻസിനെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2-ന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജസ് ആണ്. നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്താലോ? സോ ലെറ്റ്സ് വെൽക്കം അവർ ജഡ്ജിംഗ് പാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് കഴിഞ്ഞ ജൂനിയർ ഐഡലിന്റെ സീസൺ 1-ലും നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഒരുപാട് ഗ്രൂം ചെയ്ത് അവരുടെ ടാലൻസ് പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ദ പ്ലേബാക്ക് സിംഗർ, ദ ഗ്രൂമർ ആൻഡ് ജഡ്ജ് ഓഫ് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ലെറ്റ്സ് വെൽക്കം അനൂപ് ശങ്കർ ടു ദി സ്റ്റേജ്. ഹായ് അനൂപേട്ട, വെൽക്കം ബാക്ക്. താങ്ക് യു മേഘ്ന. എല്ലാ ജയ്ഹിന്ദ് TV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഫസ്റ്റ് സീസൺ ഓഫ് ജൂനിയർ ഐഡൽ വാസ് എ ട്രെമൻഡസ് ഹിറ്റ് ആസ് വെൽ ആസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us. അത്രയും നല്ല പ്രതിഭകളെ നമ്മൾ കേട്ടു, അവരുടെ നല്ല കുറേ പാട്ടുകളും കേട്ടു. ഇനി ജയ്ഹിന്ദ് TV അഭിമാനപൂർവ്വം തങ്ങളുടെ വളരെ പ്രസ്റ്റീജിയസ് ഷോ ആയ ജൂനിയർ ഐഡലിൻ്റെ 2ാം സീസണിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്രാവശ്യവും ഒരു ഗ്രൂമറായിട്ട്, ഒരു ജഡ്ജായിട്ട് എന്നെ ക്ഷണിച്ചതിൽ ആദ്യം തന്നെ വലിയ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ഓഡീഷൻ പ്രോസസ്സിൽ ഞാൻ ത്രൂ ഔട്ട് കൂടിയുണ്ടായിരുന്നു. ആൻഡ് സന്തോഷം തോന്നി, കേരളത്തിൽ ഇത്രയും കുരുന്ന പ്രതിഭകൾ ഇത്ര മനോഹരമായി പാടുന്നുണ്ട് എന്ന കാര്യത്തിൽ. അത് കൂടാതെ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ, നമുക്ക് 18 പേരെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള 18 പേരും വാക്കുകൾക്കപ്പുറത്ത് ദേ ആർ ഡെഫിനറ്റ്ലി ബ്രില്യൻറ്റ് ടാലൻസ്, യുണീക്ക് ഇൻ ദെയർ ഓൺ വേ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം. സോ ആസ് എ ഗ്രൂമർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവരെ പാട്ട് പഠിപ്പിക്കുന്നതിൽ. ഇവരെ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് നമ്മുടെ ചീഫ് ജൂറിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും അതിനെല്ലാം തന്നെ ലഭിച്ച ഈ ഒരു അവസരത്തിന് ഒരിക്കൽ കൂടി ജയ്ഹിന്ദ് TVക്കും ആൻഡ് ദ ഓൾമൈറ്റിക്കും സ്പെഷ്യൽ താങ്ക്സ്. Thank you once again. Hope we will have a great time out here with Junior Idol Season 2. സോ അനൂപേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സീസൺ 2 ഒരു ട്രെമൻഡസ് ആയിട്ട് മാറാൻ പോവുകയാണ്. നമുക്ക് അടുത്തതായി നമ്മുടെ നെക്സ്റ്റ് സെക്കൻഡ് ജഡ്ജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾക്ക് ഏവർക്കും സുപരിചിതയായ, നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ദ പ്ലേബാക്ക് സിംഗർ, ലെറ്റ്സ് വെൽക്കം റിമി ടോമി ടു ദി സ്റ്റേജ്. ഹായ് ചേച്ചി, നമസ്കാരം. വെൽക്കം ബാക്ക്. താങ്ക് യു. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2-ലേക്ക് എന്നെ ക്ഷണിച്ചതിന് നല്ലവരായ ജയ്ഹിന്ദ് ചാനലിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, പ്രായത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ ഞാൻ കാണുന്നതാണ് ജയ്ഹിന്ദ് TVയിലെ എൻ്റെ പ്രിയപ്പെട്ട KP മോഹൻ സാറിനും ബാക്കി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓർക്കസ്ട്ര ചേട്ടന്മാർക്കെല്ലാം നമസ്കാരം. മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം പഴയതുപോലെ. സെറ്റിൽ കുറച്ച് നല്ലൊരു രസം. മേഘന പഴയതുപോലെ തന്നെ, അതിനേക്കാളും ഇരട്ടി സുന്ദരിയായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സീസൺ 2 എങ്ങനെ പോകും അല്ലേ. നല്ല 18 കുട്ടികളെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ കുട്ടികളുടെ കഴിവിനെ അനുസരിച്ചിരിക്കും. ഏതായാലും തീർച്ചയായിട്ടും പ്രോഗ്രാമിന്റെ ഒരു എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ സീസണിൽ തന്നെ കണ്ടു, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗേഴ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയത്, അത്രയും കഴിവുള്ള ഗായകർ. ആൻഡ് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ സ്റ്റേജിലും കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും എന്ന അഷുറൻസ്, കോൺഫിഡൻസ് എനിക്കുണ്ട്. ബിക്കോസ് ഞാൻ ഓൾറെഡി കുട്ടികളുടെ പാട്ട് കേട്ടു. അതുകൊണ്ടാണ് റിമിയുടെ ധൈര്യപൂർവ്വം ഞാൻ ഈ കാര്യം പറയുന്നത്. തീർച്ചയായിട്ടും അത്ര മനോഹരമായ നല്ലൊരു ഷോ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചീഫ് ജൂറിയെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട് അല്ലേ റിമി? ഇദ്ദേഹം വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മലയാള സിനിമാ സംഗീതത്തിൽ ദ റിയൽ മെലഡി മേക്കർ എന്ന ഒരു പദത്തിന് എന്തുകൊണ്ടും അനുയോജ്യനായ ഒരു വളരെ കഴിവുള്ള സംഗീത പ്രതിഭ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി, ഒരു ഗായകൻ എന്ന നിലയിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, വളരെ വളരെ
അൺഅസ്യൂമിംഗ് ആയിട്ടുള്ള വളരെ വിനയാൻവിതനായ ഒരു മനുഷ്യൻ. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ബിജി ബാൽ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. അറബിക്കഥ എന്ന ലാൽജോസ് ചിത്രത്തിലൂടെ സിനിമാ സംഗീത സാഗരത്തിലേക്ക് പിച്ചവച്ചിറങ്ങി രാഗതാള ലയവിന്യാസങ്ങളിൽ പുതുമയുടെ കയ്യൊപ്പ് ചാർത്തി ആസ്വാദക ഹൃദയങ്ങളിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ സംഗീത സംവിധായക പ്രതിഭ ശ്രീ ബിജി ബാൽ. മാറുന്ന മലയാള സിനിമയിൽ ഒരു പുതുതരംഗമാകാൻ, ഒരു ട്രെൻഡ് സെറ്റർ ആവാൻ ബിജിബാൽ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം 20ലധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുകയും 5ലധികം ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുകയും ചെയ്ത ശ്രീ ബിജിബാൽ കീബോർഡ് വായനയിലും പിന്നണി ഗാന രംഗത്തും തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. ITV വേൾഡ് ജൂനിയർ ഐഡലിന്റെ ഈ സംഗീതയാത്രയിൽ കുരുന്നുകളുടെ സംഗീത ദളങ്ങളെ തൊട്ടുണർത്താൻ നമുക്കൊപ്പം ഇനി ഈ പ്രതിഭയുമുണ്ടാകും. സ്വാഗതം ചെയ്യാം സംഗീതത്തിന്റെ ഈ തട്ടകത്തിലേക്ക്, ITV വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ശ്രീ ബിജി ബാൽ. ഹായ് ചേട്ടാ, വെൽക്കം ടു ITV വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. താങ്ക് യു. എനിക്ക് ആദ്യമാണ് ജയ്ഹിന്ദ് ഫാമിലിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കുട്ടികളുടെ പരിപാടി അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്കുണ്ട്. എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ട ഒരു മേഖലയാണ് കുട്ടികൾ പാടുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ഇത് ഒരു മത്സരത്തിനപ്പുറം എനിക്ക് തോന്നുന്നു അവരൊരു സ്റ്റേജ് ഫ്രൈറ്റും അല്ലേ, അതൊക്കെ ഒഴിവാക്കാനും ഒക്കെ ഉള്ളൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സോ ITV വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 നമ്മുടെ 3 പ്രിയപ്പെട്ട ജഡ്ജസ് ഇവിടെ എത്തി. അവരവരുടെ തോട്ട്സ് നമ്മളടുത്ത് ഷെയർ ചെയ്തു. ഇനി അടുത്തതായി ദ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഓഫ് ITV വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഈ ഇനോഗ്രേഷൻ നിർവഹിക്കാനായി നമുക്കൊരു വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആൻഡ് ഹി ഈസ് ആപ്റ്റ് ഫോർ ദ ഇനോഗ്രേഷൻ. അതെ മേഘ്ന, തീർച്ചയായിട്ടും ITV വേൾഡ് ജൂനിയർ ഐഡൽ സെക്കൻഡ് സീസൺ തുടങ്ങുമ്പോൾ ഭദ്രദീപം തെളിയിച്ച് ഈ മനോഹരമായ സംഗീത യാത്രയ്ക്ക് തുടക്കമിടുന്നത് നമുക്ക് ഏറെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ്, എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കൂടിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാട് വേദികളിൽ ഇദ്ദേഹത്തോടൊപ്പം പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എല്ലാ വേദികളിലും പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഒരു ഗായകൻ ആയിരക്കണക്കിന്, 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ പാട്ടുകൾ പാടി ഒരാളുടെ മനസ്സിൽ സ്ഥാനം നേടണമെന്നില്ല. ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ അത് ദൈവനിശ്ചയത്തിലൂടെ അദ്ദേഹത്തിന് സാധിക്കാം. ആൻഡ് മലയാളികൾ ഉള്ളിടത്തോളം കാലം, മലയാള സിനിമാ സംഗീതം ഉള്ളിടത്തോളം കാലം മലയാളികളുടെ ഓർമ്മകളെ, മലയാളികളുടെ നൊസ്റ്റാൾജിയയെ എന്നും ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ സമ്പുഷ്ടമാക്കും. സോ പ്ലീസ് 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 ഇൻവൈറ്റ് ഓൺ സ്റ്റേജ്. ലെറ്റ്സ് വെൽക്കം ശ്രീ ജി വേണുഗോപാൽ ടു ദ സ്റ്റേജ്. 1986 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെ സിനിമാ ഗാന രംഗത്തെത്തി 280ഓളം ചലച്ചിത്രങ്ങളിലും 250ലധികം മ്യൂസിക്കൽ ആൽബങ്ങളിലും തന്റെ വേറിട്ട ശബ്ദം കൊണ്ട് സ്വരമാധുരി തീർത്ത ഭാവഗായകൻ. വേണുനാദം പോലെ മാധുര്യമൂറുന്ന ആലാപന ശൈലിക്കുടമ ശ്രീ ജി വേണുഗോപാൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ. മലയാളികളുടെ ഹൃദയം തൊട്ടുണർത്തിയ, അവരുടെ നാവൻ തുമ്പിൽ എന്നും മായാതെ നിൽക്കുന്ന അനശ്വരമായ ഒരുപിടി ഗാനങ്ങൾ ആലപിക്കാൻ കഴിഞ്ഞ പ്രതിഭ. നദിയുടെ നിർമ്മല തീരം നിരുപമ ഭാവാർദ്ര തീരം. മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയത് 3 തവണയാണ്. കൈ നിറയെ വെണ്ണ തരാ, കവിളിലൊരുമ്മ തരാ,
കണ്ണൻ കവിളിലൊരുമ തരാ. മധുരഗാനങ്ങളുടെ രാജകുമാരന് സ്വാഗതമോദാം ഐഡിയ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ. സർ, വെൽക്കം ടു അവർ ഷോ. സാറാണ് ഇന്നത്തെ നമ്മുടെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇനോഗ്രേഷൻ ഫംഗ്ഷൻ നിർവഹിക്കാൻ പോകുന്നത്. ജൂനിയർ ഐഡൽ 2 എന്ന ഈ പരിപാടി അതിൻ്റെ ആദ്യത്തെ ഒരു സീസൺ കഴിഞ്ഞ് രണ്ടാമത്തെ സീസണിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷ ഉണർത്തുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് പല ചാനലുകളിലും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പക്ഷേ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കഴിവ് അളക്കുന്ന ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ചാനൽ മാത്രമേ. മറ്റെല്ലാ ചാനലുകളിലും മുതിർന്ന സിംഗേഴ്സിനെ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. അത് ഈ ജൂനിയർ സിംഗേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെക്കാട്ടിലും അവരെ ഗ്രൂം ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ജഡ്ജസിൻ്റെ റോള് കുറച്ച് ശ്രമകരമായിരിക്കും. പക്ഷേ ലെറ്റ് മി ടെൽ യു വൺ തിങ്, ഏറ്റവും കൂടുതൽ ടാലൻ്റ് കാഴ്ചവെക്കുന്നത് ഈ ഒരു പ്രായത്തിലെ പാട്ടുകാരായിരിക്കും. അപ്പോൾ എല്ലാ ഭാവങ്ങളും നേരുന്നു ഇതിലെല്ലാ മത്സരാർത്ഥികൾക്കും. ഒപ്പം പ്രശസ്തരായ അനൂപിനും ബിജിബാലിനും റിമിക്കും ഹോസ്റ്റസായ മേഘ്നയ്ക്കും ഈ പരിപാടിയിൽ ഉടനീളം ഇത് വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ തരട്ടെ എന്ന് ഞാൻ. സാറിന് മക്കളോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് എന്താണ് വിഷ് ചെയ്യാനുള്ളത്? എല്ലാവരും വളരെ ഭംഗിയായിട്ട് അവരുടെ റോള് നിർവഹിക്കട്ടെ. അവർ ഭംഗിയായിട്ട് പാട്ട് പഠിച്ചുകൊണ്ട് ഇവിടെ വന്ന് ജഡ്ജസിൻ്റെ മുന്നിൽ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ പഠിച്ച കാര്യങ്ങൾ അവർ പ്രസൻറ്റ് ചെയ്യുമാറാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായിട്ടും വേണുചേട്ടൻ ഇവിടെ എത്തി ഈ സദസ്സിനെ ധന്യമാക്കി. ഉറപ്പായിട്ടും വേണുഗോപാൽ എന്ന ഗായകൻ എപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോഴും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമുണ്ട്. അതിലൂടെ തന്നെ ഐശ്വര്യമായിട്ട് ജൂനിയർ ഐഡലിന്റെ ഈ സംഗീതയാത്ര ഞങ്ങൾ വീണ്ടും തുടങ്ങുന്നു. ഈ ഒരു പരിപാടി ഉണരുകയാണ്. അപ്പോൾ അതൊരു ഉണർത്തു പാട്ടാവട്ടെ. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. താങ്ക് യു ചേട്ടാ. ഇനി നമ്മുടെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ആണ്. ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സം ഓഫ് അവർ ഗസ്റ്റ് ശ്രീ MM Hasan, MD ഓഫ് Jai Hind TV. പ്ലീസ് സർ. Next, I would like to welcome Sri KP Mohanan, C of Jai Hind TV. ഇനി നമ്മുടെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 പ്രൈസ് മണി സ്പോൺസർ ആയ ശ്രീ CM Ahmed, Chairman and MD of CM L&R. Let's welcome him to the stage. Next, Sri B. Balachandran, GM Programming Executive of Jai Hind TV. Next, I would like to welcome Sri Pradeep Panangad, Research Editor of Jai Hind TV. Next, I would like to welcome JS Intukumar, Executive Editor of Jai Hind TV.
kindly, let's welcome the show producers of ITL World Junior Idol Season 2, Sri Abhilash and Devadas. പ്രിയമുള്ളവരെ, ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. പ്രശസ്തനായ മലയാളി സംഗീതപ്രേമികളുടെ പ്രിയങ്കരനായ ശ്രീ വേണുഗോപാൽ ഭദ്രദീപം കൊളുത്തി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ജയ്ഹിന്ദ് TV നടത്തുന്ന കലാപരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ITL വേൾഡ് ജൂനിയർ ഐഡൽ. അതിൻ്റെ സെക്കൻഡ് സീസൺ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവ ഗായകന്മാരെ കണ്ടെത്താനുള്ള ഈ പ്രയാണം പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന ITL വേൾഡ്, അതുപോലെ തന്നെ ഇതിന് സമ്മാനം നൽകി ഈ കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന CM അഹമ്മദ്, ഇവരോടെല്ലാം ജയ്ഹിന്ദ് TVക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. നമ്മുടെ സംഗീത രംഗത്ത് മികച്ച വാഗ്ദാനങ്ങളെ കണ്ടെത്താനുള്ള ഈ ശ്രമത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. Thank you, sir. എല്ലാവർക്കും നമസ്കാരം. സ്വര രാഗ നാദ താള ലസ രയ ഭരിതമായ സംഗീതം പ്രപഞ്ചത്തിൻ്റെ പ്രണയമാണ്. സർവജീവജാലങ്ങളും ഉൾപ്പെടുന്ന പ്രകൃതിയുടെ മുക്തമായ സാന്ത്വനം കൂടിയാണ് സംഗീതം. ഇവിടെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ആരംഭിക്കുന്നു. ഏറ്റവും പുതിയ കുരുന്നു പ്രതിഭകൾ സംഗീത സാധനയുടെയും സിദ്ധിയുടെയും സാധ്യതകളുടെയും അമരചക്രവാളം സ്പർശിക്കാൻ ഒരുങ്ങുന്ന ഈ അമോഘവേളയിൽ എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. ITL World Junior Idol Season 2 വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രൈസ് is 10 lakhs sponsored by CM Elena. Second prize is sponsored by CM Elena and that worth 5 lakhs. And the third prize is 3 lakhs and it is also sponsored by CM Elena. I would request CM Ahmed sir, the chairman and MD of CM Elena, to talk some words. നമസ്കാരം. ഈ കൊച്ചു കലാപ്രതിഭകൾ, കൊച്ചു കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന ജൂനിയർ ഐഡൽ സീസൺ 2 സമ്മാനം കൊടുക്കാൻ CM എല്ലണ്ണ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാ കലാകാരന്മാർക്കും ഈ പ്രോഗ്രാമിനും, ഈ ജൂനിയർ ഐഡൽ സീസൺ 2 ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. താങ്ക് യു സർ. സോ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങൾ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച്. പ്ലീസ്. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇനോഗ്രൽ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ നിർവഹിച്ചു. ഇനി ദ വെരി ബേസിക് എലമെന്റ് ഓഫ് ദ പ്രോഗ്രാം, അതായത് നമ്മുടെ കണ്ടസ്റ്റൻസ്. ആൻഡ് നമുക്ക് ആരൊക്കെയാണെന്ന് കാണാം. ദ വെരി
talented 18 contestants of ITL World Junior Idol Season 2. അങ്ങനെ ITL World Junior Idol Season 2-ന്റെ chosen 18 contestants നമ്മൾ കണ്ടു. ഇനി നമുക്ക് അവർ കോമ്പറ്റ് ചെയ്യാൻ പോകുന്ന ഈ വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം. So put your hands together for the 18 contestants of ITL World Junior Idol Season 2. Hi everyone. Welcome to ITL World Junior Idol Season 2. ഇതാണ് നിങ്ങളുടെ പ്ലാറ്റ്ഫോം. ഇവിടെ നിന്നാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. Everyone is happy? Okay. ഇനി ബിജു ചേട്ടാ, നമ്മുടെ 18 contestants ആണ് ഇവർ. അവരോടത്ത് എന്താണ് ചേട്ടന് വിഷയാനുള്ളത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കുട്ടികളായതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇഷ്ടമാണ് ഇത്തരം പരിപാടിയിൽ. കാരണം വളരെ ജെന്യുവിനായിട്ട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ SMS-ൻ്റെ ഭാരമില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പ്രായത്തിലാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന പരിമിതമായിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് അബ്സോർബ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഈ പ്രായത്തിലായിരിക്കും. പിന്നെ എല്ലാവരും ഇങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ, പക്ഷേ ഒരു വേറെ മാസ്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അബ്സോർബ് ചെയ്യാൻ ഉള്ള പ്രായത്തിൽ കറക്റ്റായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനെ ഗ്രൂം ചെയ്യാനും അനൂപിൻ്റെ നല്ല ശക്തമായിട്ടുള്ള ഗ്രൂമിങ്ങും ഒക്കെ ആയിട്ട് എല്ലാം വളരെ ജോയസ് ആയിട്ടുള്ളൊരു സെഷനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സീസൺ 2 ജൂനിയർ ഐഡലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ശരിക്കും പരിചയപ്പെട്ട് വരുന്നതിൻ്റെ ഉള്ളൊരു പ്രശ്നങ്ങളാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ജഡ്ജസ് ഏതാ, പിള്ളേരേതാ, ആങ്കർ ഏതാ എന്ന് തെറ്റിപ്പോകുന്ന രീതിയിൽ അത്രയും നമ്മളൊരു വളരെ ഒരു കുടുംബം എന്ന രീതിയിൽ നിങ്ങൾ സാധാരണ റിയാലിറ്റി ഷോയിൽ കാണുന്ന പോലെ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. നമ്മുടെ അടുത്ത് എപ്പോൾ ഒന്ന് സംസാരിക്കാം, അത്ര നമ്മൾ തമ്മിലൊരു ഭയങ്കര കൂട്ടായിട്ട് പോകുന്ന, ഇനി ഇവിടുന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, കരഞ്ഞു പോകുന്ന രീതിയിൽ നിങ്ങൾ പോകും. കാരണം അത്രയും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്ന ഒരു കുടുംബം തന്നെയാണ് ഈ ജൂനിയർ ഐഡൽ സീസൺ 2. അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം, നന്നായിട്ട് പാടാൻ പറ്റട്ടെ, ടെൻഷനൊന്നും വേണ്ട, വേറെ വിശേഷമൊന്നുമില്ല. അപ്പം നമുക്ക് അടിച്ച് പൊളിക്കാം. താങ്ക് യു ചേച്ചി. ആദ്യം തന്നെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം, നിങ്ങളുടെ ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക്, മെന്റർ എന്ന നിലയ്ക്ക് എല്ലാവരും നല്ല സ്മാർട്ടാണ്. ഏറ്റവും വലിയ കാര്യം അതാണ്. ബിക്കോസ് പാടാനുള്ള ഒരു ഉഷാറും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞു തരാനുള്ള താല്പര്യം കാണും. എല്ലാവരും തന്നെ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ്. പിന്നെ വളരെ വളരെ പ്രത്യേകിച്ച് 18 സിംഗേഴ്സും 18 സ്റ്റൈലിലുള്ള സിംഗേഴ്സാണ്. അത് അടുത്ത സന്തോഷം. ആരെയും ഇമിറ്റേറ്റ് ചെയ്യാതെ നിങ്ങളുടേതായ രീതിയിൽ പാടുന്ന വളരെ ടാലന്റഡ് സിംഗേഴ്സ്. എനിക്ക് ഏറെ സന്തോഷം. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ബിജു ചേട്ടനോടൊപ്പം ആദ്യമായിട്ടാണ് ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നത്. ആൻഡ് മൈ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് റിമി. അപ്പം ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് നിങ്ങളോടൊത്ത് ഞങ്ങൾക്കും ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും കഴിവുള്ള, ഏറ്റവും അർഹനായ വ്യക്തി വിജയിക്കട്ടെ. നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ വലിയ ഒരു പ്രൊഡക്ഷൻ ടീമിനോടൊപ്പം തന്നെ നമ്മുടെ വണ്ടർഫുൾ ഓർക്കസ്ട്രയുണ്ട്. മോഹൻ ചേട്ടൻ നയിക്കുന്ന സിംഗിങ് ബേർഡ്സ് കഴിഞ്ഞ സ്റ്റേജിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, ഈ സ്റ്റേജിലും അവരുണ്ട്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത്രയും ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മ്യൂസീഷ്യൻസ് ആണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളും പറയാൻ മടിക്കണ്ട, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്.
ഇനി ITL World Junior Idol Season 2 ഒരു ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക് എടുക്കാൻ സമയമായി. സോ സ്റ്റേ ട്യൂൺ ടു ITL World Junior Idol Season 2. Don't go anywhere. നല്ല പെർഫോമൻസിൻ്റെയും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യുന്നതിൻ്റെയും പാട്ടുകളെ സ്നേഹിക്കുന്നതിൻ്റെയും ഒരു വേദിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനേ, നിന്റെ മടി മനസ്സിനെന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമനേ. We are always there to support you and encourage you. All the very best. You are the best. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ITL World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2 ഇന്നത്തെ ഇനോഗ്രേഷണൽ എപ്പിസോഡിൽ അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ ITL World Junior Idol Season 1 വിന്നറായ ദ വെരി ടാലന്റഡ് വർഷ എസ് കൃഷ്ണൻ. Put your hands together for Varsha. ഹായ് വർഷ. ഹായ് ചേച്ചി. സുഖാണ് ചേച്ചി? സുഖാണ്. മോൾക്ക് സുഖാണോ? ആ സുഖാണ്. ഓക്കെ വർഷ, നമ്മുടെ ITL World Junior Idolന്റെ വിന്നർ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അതിനുശേഷം ഞാൻ പ്രോഗ്രാം ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പം സ്കൂളിലൊക്കെ സ്റ്റാർ ആണല്ലേ? ആണല്ലേ. വർഷക്കുട്ടി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വർഷേനെ ഇടയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് പ്രോഗ്രാംസ് ഉള്ളപ്പോഴൊക്കെ ഞാൻ വർഷനെ വിളിക്കാറുണ്ട്. പാടി കഴിയുമ്പോഴൊക്കെ എല്ലാവരും വന്നിട്ട് ഇത് ഏതാണ് ഈ കൊച്ചു അസലായി പാടുന്നുണ്ടല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ പ്രോഗ്രാമിലൂടെ വന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ് വർഷ, ഇതൊന്നും അല്ല ഇതിന്റെ ഭയങ്കര രസമായിട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഭയങ്കര വാചാലയാവും. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. വർഷ, ഒരിക്കൽ കൂടി സ്വാഗതം ജൂനിയർ ഐഡലിലേക്ക്, പുതിയ സ്റ്റേജിലേക്ക്. ബിജു ചേട്ടാ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വിന്നർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ്. തീർച്ചയായിട്ടും മോൾക്കും ഭാവിയിൽ വളർന്ന് വലിയ കുട്ടിയായി ബിജു ചേട്ടന്റെ പടത്തിൽ പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. വർഷ, ഇന്ന് വർഷയ്ക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ് ആ ഡ്യൂട്ടി? നമ്മുടെ കണ്ടസ്റ്റന്റിനെ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം വർഷയാണ് ITL World Junior Idol Season 2 5 കണ്ടസ്റ്റന്റിനെ ഈ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. വർഷ കാര്യം. ശരത്, ഭാഗ്യലക്ഷ്മി, അലീന, ശ്രേയസ്, അർച്ച. Again, welcome back. ഓക്കെ, ഇനി നമുക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം അല്ലേ ഓരോരുത്തർക്കും. എൻ്റെ പേര് ആർച്ച. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ഇനി 8th ക്ലാസ്സിലാണ്. കേന്ദ്ര വിദ്യാലയ FS ആക്കുളത്തിലാണ് ഞാൻ പഠിക്കുന്നത്. വർഷയുടെ സ്കൂള് അല്ലേ? ഇനി അടുത്ത ആള്. എൻ്റെ പേര് അലീന സ്റ്റാൻലി. നൈസ് നെയിം. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ 7th സ്റ്റാൻഡേർഡിലേക്കാണ്. കേന്ദ്ര വിദ്യാലയ എറണാകുളത്ത് പഠിക്കുന്നത്. രണ്ടുപേരും KVയിലാണ് അല്ലേ? ഓക്കെ. എൻ്റെ പേര് ഭാഗ്യലക്ഷ്മി. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കട്ടപ്പനയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇനി 5th സരസ്വതി വിദ്യാപീഠം സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ. എൻ്റെ പേര് ശ്രേയസ്. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇനി 10th ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ പേര് ശരത് എസ് കുമാർ. ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വെള്ളിമാട് കുന്നിൽ നിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ 10th ക്ലാസ്സിലേക്ക്. ഓക്കെ, ഫൈൻ. അങ്ങനെ എല്ലാവരും പേരും സ്ഥലവും ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മുടെ ജഡ്ജസിന് എന്താ പറയാനുള്ളത് നോക്കാം അല്ലേ? ഓക്കെ, ബിജു ചേട്ടാ. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇതൊരു മത്സരത്തിൻ്റെ വേദിയായിട്ട് അതിനപ്പുറം നല്ല പെർഫോമൻസിൻ്റെയും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യുന്നതിൻ്റെയും പാട്ടുകളെ സ്നേഹിക്കുന്നതിൻ്റെയും ഒരു വേദിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം മത്സരങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ സുഹൃത്തുക്കളാണ്. നിങ്ങൾക്ക് മത്സരിക്കാൻ
മത്സര ബുദ്ധി ഉണ്ടാകാറായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് മുതലെടുത്ത് നല്ല പാട്ടുകൾ പാടുകയും ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നല്ല നല്ല വേദി ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആശംസിക്കുന്നു. താങ്ക് യു ചേട്ടാ. റിമി ചേച്ചി. എൻ്റെ പേര് റിമി ടോമി. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്നു. കാണാപ്പടം പഠിച്ച പോലെ സംസാരിക്കേണ്ട, നമുക്ക് ചോദിക്കുന്നതിനൊക്കെ വളരെ ഫ്രീ ആയിട്ട് നല്ല മിടുക്കരായിട്ട് യാതൊരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾ പാടിപ്പിക്കാം. നമ്മുടെ ബിച്ചേടൻ പറഞ്ഞതുപോലെ ഒരു പകുതി ഔട്ട്പുട്ടേ നിങ്ങൾക്ക് വരുള്ളൂ ടെൻഷൻ ഉണ്ടെങ്കിൽ. അതൊന്നും ഇല്ലാണ്ട് നോക്കിക്കോ, ഭയങ്കര ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നല്ല രസമായിട്ട് പാടാൻ പറ്റും കേട്ടോ. മിടുക്കര. താങ്ക് യു ചേച്ചി. എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വീണ്ടും സ്വാഗതം ITL വേൾഡ് ജൂനിയർ ഐഡലിൻ്റെ ഈ സ്റ്റേജിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അവരുടേതായ ഐഡൻറ്റിറ്റി ഉള്ള സിംഗേഴ്സാണ്. നമ്മൾ ഈ സ്റ്റേജിനെ അപ്രോച്ച് ചെയ്യേണ്ടത് കുറേ നല്ല പാട്ടുകൾ പഠിക്കാനും അത് ആസ്വദിച്ച് പാടാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കണക്കാക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് വളരെ നന്നായിട്ട് മാറും. തീർച്ചയായിട്ടും ഒരു ജഡ്ജസിനേക്കാൾ ഉപരി നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളായിട്ട് ഞങ്ങളിവിടെ നിങ്ങളുടെ കൂടെയുണ്ട്. ജഡ്ജസ് എന്ന രീതിയിൽ ഞങ്ങളെ കാണണ്ട, ജസ്റ്റ് ജ്യേഷ്ഠന്മാരായോ ഗുരുക്കന്മാരായോ എങ്ങനെ വേണമെങ്കിലും കണ്ടാൽ മതി. സോ വി ആർ ഓൾവേസ് ദർ ടു സപ്പോർട്ട് യു ആൻഡ് എൻകറേജ് യു. ഓൾ ദ വെരി ബെസ്റ്റ്. യു ആർ ദ ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പം ജഡ്ജസ് പറഞ്ഞ കേട്ടല്ലോ, എല്ലാവരും അത് മനസ്സിൽ വെക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനി നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് വർഷ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ ഇനോഗ്രേഷൻ എപ്പിസോഡിൽ അടുത്തതായി വരാൻ പോകുന്ന ഒരു കിടിലൻ പെർഫോമൻസ് ആണ്. അത് നമുക്ക് സമ്മാനിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ റിമി ചേച്ചിയാണ്. മായാമോഹിനി എന്ന ചിത്രത്തിലെ ഒരു ഹിറ്റ് സോങ്ങുമായി എത്തുന്നു റിമി ടോമി. വിടരുമെന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനേ, നിന്റെ മടി മനസ്സിനെന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമനേ, കരളിൻ കൊമ്പിലിൽ കുളിരിൻ തുള്ളിനി കനവിൻ ചില്ലയിൽ പടരും വള്ളിനി ഇണ പോലെന്നും ഇവളിനി രാഗലോലമായ മോഹിനി, വിടരുമെന്താണ് ഒളിക്കണ്ണുള്ള പ്രിയതമനേ. എല്ലാ കുഞ്ഞു പിള്ളേർക്കും ജൂനിയർ ഐഡലിൽ മത്സരിക്കാൻ പോകുന്ന 18 കുഞ്ഞുങ്ങൾക്കും റിമി ചേച്ചിയുടെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ചെമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നാട കൊണ്ടെന്നെ മീ മൂടിയോ, ആഹാ ചെമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നാട കൊണ്ടെന്നെ മീ മൂടിയോ, അകമിന്നൊരു പന്തൽ മേയുകയോ തകിലിന്റെ സ്വരങ്ങൾ നീട്ടുകയോ, മോഹം തുള്ളിച്ചാടും മാൻപേടയോ, ഉള്ളിൽ കൊതി വിടരുമെന്താണ് ഒളിക്കണ്ണുള്ള പ്രിയതമനേ. പഞ്ചാരമണലിൽ പാൽ തളിക്കും അലകൾ കൊഞ്ചും നശീലിന്ന് നീ ചൊല്ലിയോ, ഏഹേ പഞ്ചാരമണലിൽ പാൽ തളിക്കും അലകൾ കൊഞ്ചും നശീലിന്ന് നീ ചൊല്ലിയോ, ഇരുകാതിനതെന്നും തേമൊഴിയോ ഒരു കാതര എന്നിൽ തേമഴയോ, കൂട്ടായി ചെല്ലക്കണ്ണൻ നീയല്ലയോ, ഉള്ളിൽ കൊതി വിടരുമെന്താണ് ഒളിക്കണ്ണുള്ള പ്രിയതമനേ,
ഇവിടുന്ന് പോയിട്ട് എല്ലാവരും മിസ് ചെയ്ത് ഒരുപാട്. മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഇനി മത്സരിക്കാൻ തോന്നുന്നുണ്ടോ? വേണേ ആവാട്ടോ. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമയിൽ കണ്ടു. ജയ്ഹിന്ദ് ടിവിയിലെ ജൂനിയർ ഐഡൽ അത് പറഞ്ഞിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. വഞ്ചിക്കൊടി കൊഞ്ചും കിളി ഓ ഇഷ്ടപ്പടി എന്ന കട്ടിപ്പുടി അടന്നിയാച്ച് നാനാച്ച്. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. ITL World Junior Idol Season 1 റണ്ണർ അപ്പ് ആയ സജ്ന സെക്രിയ. ലെറ്റ്സ് വെൽക്കം സജ്ന. സജ്ന, ഹൗ യു ഡൂയിങ്? ഫൈൻ. എന്തൊക്കെയാണ് സജ്ന പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും നമ്മളടുത്ത്? പുതിയ വിശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് പോയിട്ട് എല്ലാവരും മിസ് ചെയ്ത് ഒരുപാട്. തിരിച്ചിവിടെ വന്നപ്പോൾ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് എല്ലാവരും. ഓക്കെ. പിന്നെ നമ്മുടെ ജഡ്ജസിന് എന്താ ചോദിക്കാൻ നോക്കാം അല്ലേ? ഓക്കെ. റിമി ചേച്ചി. സജ്ന, മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഇനി മത്സരിക്കാൻ തോന്നുന്നുണ്ടോ? വേണേ ആവാട്ടോ. അങ്ങനെ കുഴപ്പമുണ്ടോ അനൂപേ? ഫസ്റ്റ് മേടിച്ചാലോ, കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡായി പോയി, ഫസ്റ്റ് മേടിച്ചാലോ എന്ന് തോന്നല് വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല, പുതിയ വേദിയൊക്കെ കണ്ടപ്പോ ചെയ്താലോന്നൊരു. നമുക്ക് ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് വേണേ ഒന്ന് ആലോചിക്കാം അല്ലേ? കാരണം ഇപ്പൊ വന്ന് പോയതല്ലേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും പേരെ സെലക്ട് ചെയ്ത് കഴിയുകയും ചെയ്തു. എന്തായാലും സജിനെ ഞാനൊരു പ്രോഗ്രാമിന് വിളിച്ചിരുന്നു. കണ്ടോ, ഞാൻ പറയുന്നത് വെറും വാക്കല്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നമ്മൾ ആ ബന്ധം ജഡ്ജസും കുട്ടികളും അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം എപ്പോഴും നിലനിൽക്കുന്നതിനുള്ള വ്യക്തമായ തെളിവാണ് നമ്മൾ തമ്മിലുള്ള ഇപ്പോഴുമുള്ള ആ ഒരു എന്തെങ്കിലും പറ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. സുഹൃത്ത് ബന്ധം. പിന്നെ ഇപ്പൊ എത്രയല്ല, 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രോഗ്രാംസ് ഒക്കെ നന്നായിട്ട് പോകണു. ഇപ്പൊ ഫാൻസ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ പ്രോഗ്രാം കഴിഞ്ഞപ്പോ? അല്ല പറഞ്ഞാൽ നമുക്ക് സന്തോഷം. അപ്പൊ ഈ പുതിയ വരുന്ന പിള്ളേർക്ക് അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും കേൾക്കുമ്പോ. അപ്രതീക്ഷിതമായ ആക്രമണം അങ്ങനെ എന്തെങ്കിലും? ഇല്ല. റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ശരി, ഓക്കെ. താങ്ക് യു ചേച്ചി. ഹലോ ഏട്ടാ. സജ്ന, നമ്മുടെ കഴിഞ്ഞ സീസണിൽ വളരെ ടാലൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിംഗർ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഐഡന്റിറ്റി ഉള്ള സിംഗറാണ് സജ്ന. സ്വന്തമായ ഒരു ഗാനാലാപന ശൈലിയുടെ ഉടമ. ഇനിയും ഒരുപാട് വേദികളും ഒരുപാട് നല്ല പാട്ടുകളും പാടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും വേദികളിൽ കണ്ടുമുട്ടാം. തീർച്ചയായിട്ടും ബിജി ചേട്ടൻ്റെ അടുത്ത് ഡെമോ കൊടുക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഇനി ബിജി ചേട്ടൻ എന്താ പറയാനല്ലേ നോക്കാം. ചേട്ടൻ പാട്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കേട്ടിട്ടുണ്ട് സജ്ന. അത് എന്താ വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ റണ്ണറപ്പായി, പക്ഷെ ഇതൊന്നും ഒരു അവസാന എന്താ പറയുക ഒരു സ്റ്റേജ് അല്ലല്ലോ. ഇതൊക്കെ തുടക്കമാണ്. പ്രത്യേകിച്ച് സജ്ജനെ പോലെയുള്ള കുട്ടികൾക്ക് ഇതൊരു തുടക്കമാണ്. ഇതൊരു നമ്മളുടെ ഒരു വിധി ആയി സ്വീകരിക്കാതെ ചിലപ്പോൾ ഒന്നാമതാവും, ചിലപ്പോൾ എങ്ങും എത്താതെ പോവും. എന്നാൽ പോലും ഇത് അവനവനോട് തന്നെ ഒരു മത്സരമാക്കി മാറ്റിയാൽ നമ്മളുടെ ക്വാളിറ്റിയും കൂടും, നമ്മൾ മറ്റുള്ളവരോടുള്ള ഒരു മത്സര ബുദ്ധിയും മാറും. അങ്ങനെ ഒരു ബുദ്ധി നമ്മൾ വികസിപ്പിച്ചെടുത്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളോട് തന്നെ മത്സരിക്കുക, സെൽഫ് അനാലിസിസ്, നമ്മളോട് തന്നെ ചോദിക്കുക തെറ്റാണോ ശരിയാണോ, പിന്നെ മറ്റുള്ളവർ പറഞ്ഞും തരും. അങ്ങനെ ഒരു ബോധത്തോടെ ഇനി മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പം സജ്ന ഇന്ന് 3 കണ്ടസ്റ്റന്റിനെ ഇവിടെ വെൽക്കം ചെയ്യണം. അത് ആരൊക്കെയാണ്? ഹൈഷ, ഷെറിൻ, ഫിദൽ ആൻഡ് ശ്രീഹരി. ഐഷ ആണല്ലേ? ഐഷ എവിടുന്നാ വരുന്നത്? ഞാൻ പുണ്യാർക്കുളത്ത്, തൃശ്ശൂർ ജില്ല. ഓക്കെ. എന്ത് ചെയ്യുക? ഏത് ക്ലാസ്സിലാണ്? ഞാനിപ്പോൾ വടക്കേക്കാട് ICS സ്കൂളിൽ 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ്. ഇനി അടുത്ത ആൾ പറയൂ, പേര് പറയൂ. ശ്രീഹരി. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 9th സ്റ്റാൻഡേർഡിലേക്കാണ്. ഞാൻ സെൻറ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്നത്. ഫിഡൽ അല്ലേ? ഫിഡൽ.
കോഴിക്കോട് നിന്നാണ് വരുന്നത്. സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. 9th സ്റ്റാൻഡേർഡിലേക്ക്. ഓക്കെ, നമുക്ക് ജഡ്ജസിന് എന്താ പറയാനെന്ന് നോക്കാം. ജഡ്ജസ്, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അവരുടെ വിഷ് കിട്ടി. ഇനി ഈ സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് സജ്ന, ഫ്യൂച്ചറിൽ നല്ലൊരു സിംഗർ ആവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഒരു ആൽബത്തിലൊക്കെ പാടി ഒറ്റയ്ക്കാണോ പാടിയത്? ആദ്യം ഡ്യുവറ്റ് ആയിരുന്നോ? അല്ല, ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് പാടി, പേടിച്ചൊന്നുമില്ല. ഉണ്ണിമായ, ബിൻഹ, കൃതിക ആൻഡ് ഗ്രീഷ്മ. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2 ഈ വേദിയിലേക്ക് അടുത്തതായി വരാൻ പോകുന്നത് സീസൺ 1 റണ്ണർ അപ്പ്, ദ വെരി സ്മാർട്ട് ആൻഡ് ചാർമിംഗ് അനാമിക. ലെറ്റ്സ് വെൽക്കം അനാമിക ഓൺ ടു ദ സ്റ്റേജ്. ഹായ് അനാമിക. ഹായ് ചേച്ചി. വെൽക്കം ബാക്ക്. താങ്ക് യു. നല്ല സുന്ദരിയായല്ലോ. താങ്ക് യു. എന്തൊക്കെയാണ് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യൂ. വിന്നറായതിന് പോയതിനു ശേഷം എന്തൊക്കെയാണ് വിശേഷം? പോയതിനു ശേഷം വീണ്ടും സ്കൂളിൽ ചേർന്നു, പരീക്ഷ എഴുതി, നല്ല കുട്ടിയായി ക്ലാസ്സിലിരിക്കാൻ തുടങ്ങി. പിന്നെ മ്യൂസിക്കൽ സൈഡ് നന്നായിട്ട് പോകുന്നു. പ്രോഗ്രാം ഒക്കെ ഉണ്ട്. പ്രോഗ്രാം കുറച്ച്. പിന്നെ ഞാനിപ്പോ ഒരു ഡിവോഷണൽ ആൽബത്തിൽ പാടി. ആണോ? പിന്നെ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? സുഖമാണ്? സുഖം, വളരെ സുഖം. നമ്മുടെ ജഡ്ജസിന് സുഖമാണെന്ന് നോക്കാം അല്ലേ? ജഡ്ജസ്, നമ്മുടെ അനാമിക കുട്ടി ഈസ് ബാക്ക്. ഒരു ആൽബത്തിലൊക്കെ പാടി ഒറ്റയ്ക്കാണോ പാടിയത്? ആദ്യം ഡ്യുവറ്റ് ആയിരുന്നോ? അല്ല, ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് പാടി, പേടിച്ചൊന്നുമില്ല. സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്ക് നിന്നു. ഒറ്റയ്ക്ക് 2 പാട്ട്. ഒറ്റയ്ക്ക് 2 പാട്ട്. എത്ര സമയം കൊണ്ട്? എത്ര സമയം? ഒരു ആദ്യം 2 ദിവസം. 2 ദിവസമല്ല, ഒരു ദിവസം തന്നെ 2 പാട്ട് പാടി. എന്തായാലും മോളെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? സ്കൂളിൽ ചേർന്നു പറഞ്ഞ മനസ്സിലായി. അപ്പൊ സ്കൂളിൽ നിന്ന് വിട്ടായിരുന്നോ നേരത്തെ? അങ്ങനെയല്ല, കൊറേ ക്ലാസ് പോയി, പിന്നെ വീണ്ടും ചേർന്നു. കഴിഞ്ഞ കൊല്ലത്തെ അതേ സ്റ്റാൻഡേർഡിൽ തന്നെ? ഇതൊക്കെ കേൾക്കുമ്പോ പുരോഗമനമൊക്കെ കാണുമ്പോ കണ്ണു നിറഞ്ഞു പോണു മക്കളെ, കണ്ണു നിറഞ്ഞു പോണു. സോ നമ്മുടെ വെർസറ്റൈൽ അനാമികയ്ക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു മോളെ. വിജുവൽ സർ, അനാമികയുടെ ഒരു ഫാസ്റ്റ് നമ്പേഴ്സാണ് കൂടുതൽ അല്ലേ എക്സ്പ്രസീവ് ആയിട്ടുള്ളത്. എനിക്കറിയാം, നേരത്തെ അനാമികയുടെ പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട്. അപ്പോൾ അത് തന്നെ. പക്ഷേ മറ്റ് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു നമ്മളുടെ ഒരു കേപ്പബിലിറ്റി തെളിയിക്കാൻ മറ്റ് മെലഡി സോങ്സും ഒക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് വേദികളിൽ പാടുക കേട്ടോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. അനാമിക, ഇനി ഒരു ഡ്യൂട്ടി ഉണ്ട്. കണ്ടസ്റ്റൻസിനെ വേദിയിലേക്ക് വിളിക്കണം. വെൽക്കം ചെയ്തോളൂ. അടുത്തായിട്ട് വിളിക്കാൻ പോകുന്നത് നമ്മുടെ ജൂനിയർ ഐഡൽ സീസൺ 2 അടുത്ത 4 കണ്ടസ്റ്റൻസിനെയാണ്. ഉണ്ണിമായ, ബിൻഹ, കൃതിക ആൻഡ് ഗ്രീഷ്മ. ബ്യൂട്ടിഫുൾ ഗേൾസ് ഓൺ ദ സ്റ്റേജ്. എല്ലാവർക്കും സുഖം? അഗൈൻ വെൽക്കം ബാക്ക്. എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം അല്ലേ? നമുക്ക് ആദ്യം മോൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഗ്രീഷ്മ കണ്ണൻ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്, നൂറിനി ഗ്രാമത്തിലാണ്. ഞാൻ ഇനി 8th സ്റ്റാൻഡേർഡിലേക്കാണ്. കാണിക്കമാത ഹൈസ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. നെക്സ്റ്റ്, എൻ്റെ പേര് കൃതിക. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ഇനി 6th ഞാൻ ഭവൻസ് വിദ്യാമന്ദിർ എളമക്കരയിലാണ് പഠിക്കുന്നത്. നൈസ്, താങ്ക് യു. ഇനി അടുത്ത ആള്. എൻ്റെ പേര് ഉണ്ണിമായ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ 9th അൽഫോൺസ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഓക്കെ മോളു. നെക്സ്റ്റ്, എൻ്റെ പേര് ബിൻഹ റോസ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ലിറ്റിൽ ഹാർട്ട് സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ, ബിൻഹ റോസ്, നൈസ് നെയിം. ഇനി നമുക്ക് ജഡ്ജസിന് എന്താ പറയാനല്ലേ നോക്കാം അല്ലേ? ജഡ്ജസ്, എല്ലാ കുട്ടികളോടും പറയാറുള്ളത് പോലെ തന്നെ നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് അതിൻ്റെ വരികളൊക്കെ മനസ്സിലാക്കി
നല്ലോണം പാടാൻ ശ്രമിക്കുക കേട്ടോ. പാട്ടുകളൊക്കെ ഒരുപാട് സ്നേഹിച്ച് നല്ലോണം പാടുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ജഡ്ജസ്. കേട്ടല്ലോ പറഞ്ഞത്, നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇവിടെ നമ്മുടെ കഴിഞ്ഞ സീസണിലെ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു അനാമിക. അനാമികയുടെ അടുത്ത് എന്തെങ്കിലും ടിപ്സ് വാങ്ങാനുണ്ടോ, നീ ചോദിക്കാനുണ്ടോ? അനാമിക, മോക്ക് എന്താണ് വിഷ് ചെയ്യാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, ടെൻഷൻ ഇല്ലാതെ പാടുക. ഈ 4 പേർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. മറ്റുള്ളവർക്കും ഇല്ലേ? ബാക്കിയുള്ളവർക്കും ഉണ്ട്. ഓക്കെ അനാമിക, തിരിച്ചും അങ്ങനെ വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ ഇനോഗ്രേഷൻ എപ്പിസോഡിൽ അടുത്തതായി ഒരു മനോഹരമായ ഗാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ഗാനം ആലപിക്കുന്നത് മറ്റാരുമല്ല, ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ജഡ്ജിംഗ് പാനലിലെ പുതിയ മെമ്പറായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടർ ബിജി ബാൽ. തത്തിന്തകത്തെയ്തോ 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 ചങ്കില് കേക്കണ മണ്ണിന്റെ താളം. തത്തിന്തകത്തെയ്തോ 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 ചങ്കില് കേക്കണ മണ്ണിന്റെ താളം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമ്മയിൽ കണ്ടു. വേലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. തത്തിന്തകത്തെയ്തോ 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 ചങ്കില് കേക്കണ മണ്ണിന്റെ താളം. ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോ. ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ തിരപുൽകും നാടെന്നെ തിരികെ വിളിക്കുന്നു ഇളനീരിൻ മധുരക്കിനാവാൻ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും ഞാനും കൊതിക്കാറുണ്ടെന്നും. ജയ്ഹിന്ദ് ടിവിയിലെ ജൂനിയർ ഐഡൽ അത് പറഞ്ഞിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. ഇവിടെ വന്നിട്ട് എനിക്കൊരു പേരൊക്കെ കിട്ടിയിട്ടേ, നാട്ടുകാരൊക്കെ മോഹൻ ചേട്ടാ മോഹൻ ചേട്ടാന്ന് വിളിക്കുക. ഞാൻ വിളിക്കാൻ പോകുന്നത് അതിനേക്കാൾ സ്ട്രോങ്ങസ്റ്റ് ആയ കണ്ടസ്റ്റന്റാണ്. എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ ബെസ്റ്റ്. അതോടൊപ്പം തന്നെ ഗിവ് യുവർ ബെസ്റ്റ്. Family for the nation.
അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന നല്ല സൂപ്പർ ഹാൻസം 2 ഗൈസ് ആണ് നമ്മുടെ അനൂപ് ആൻഡ് മോഹൻ എസ്മാര ഫ്രം ജൂനിയർ ഐഡൽ സീസൺ 1. ലെറ്റ്സ് വെൽക്കം മോഹൻ ആൻഡ് അനൂപ് ടു ദ സ്റ്റേജ്. ഹായ് അനൂപ് ആൻഡ് മോഹൻ, രണ്ടാള് സുന്ദരമാരായല്ലോ ഒന്നൂടെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് ഇവിടുന്ന് പോയത് പിന്നെ ഒരുപാട് ചാൻസസ് കിട്ടി. ചാൻസസ് കിട്ടിയെന്ന് മാത്രമല്ല, ഈ ജയ്ഹിന്ദ് ടി വിയിലെ ജൂനിയർ ഐഡൽ അത് പറഞ്ഞിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാനും മോഹനും കൂടി ഒരു പരിപാടി നടത്തുന്നുണ്ട്. സ്റ്റേജ് ഷോ. അത് നാളെയാണ് അതിൻ്റെത് പരിപാടി. ഇനി മോഹന്റെ വിശേഷം നമുക്ക് കേൾക്കാം അല്ലേ? മോഹൻ, ഇവിടുന്ന് പോയോടുകൂടി എനിക്ക് പരിപാടികൾ കിട്ടുന്നുണ്ട്. അനൂപേട്ടൻ്റെ ഗാനമേളയ്ക്ക് ഞാൻ പാടി, പിന്നെ വിദ്യാധര മാഷ്ട ഗാനമേളയ്ക്ക് പാടി. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്കൊരു പേരൊക്കെ കിട്ടിയിട്ടേ, നാട്ടുകാരൊക്കെ മോഹൻ ചേട്ടാ മോഹൻ ചേട്ടാന്ന് വിളിക്കുക. പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല ഇനിയും. അവാർഡൊക്കെ കിട്ടിയത് അതുണ്ട്. ഒരുമ ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതില് എനിക്ക് 1ാം സ്ഥാനം ഉണ്ട്. അപ്പോൾ എനിക്ക് സമ്മാനം തന്നത് ലാലേട്ടനാണ്. വിജയേട്ടാ, രണ്ടുപേരും ഇപ്പൊ നാളെ എന്താ ഗ്രൂപ്പായിട്ട് പ്രോഗ്രാം ആണോ? ഗാനമേള? ഭക്തിഗാനം. ശരി, വെരി ഗുഡ്. എന്തായാലും അടിച്ചു പൊളിക്കുക കേട്ടാ, അടിപൊളിയായിട്ട്. ശരിക്കുള്ള ഭക്തി പാട്ടുകൾ തന്നെയല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മാനെ. ശരിക്കും ഇവരെല്ലാവരെയും ഒന്നും കൂടെ കണ്ടപ്പോൾ ഇവരെ ഭയങ്കര നമ്മൾ മിസ് ചെയ്യുന്ന പറയണ്ട. ഭയങ്കര നിങ്ങളായിട്ട് അത്രയും നമ്മൾ അടുത്ത് പോയി. ഇനി അടുത്ത പിള്ളേരെ കിട്ടുമ്പോൾ ഞങ്ങൾ നിങ്ങളെ മാർക്കും കേട്ടോ. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്. സീസൺ 2 കണ്ടസ്റ്റന്റിനെ ഇവിടെ വെൽക്കം ചെയ്യാം. ഫസ്റ്റ് അനൂപ് നിർവഹിച്ചോളൂ. സീസൺ 2 സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻസ് ആയ അദ്വൈത്, അജൽ, ദേവിക. ഞാൻ വിളിക്കാൻ പോകുന്നത് അതിനേക്കാൾ സ്ട്രോങ്ങസ്റ്റ് ആയ കണ്ടസ്റ്റന്റാണ്. കൃഷ്ണേന്ദു, അനുഗ്രഹ ആൻഡ് നിമ. ഓക്കെ, ഇനി നമുക്ക് ഇവരെ പരിചയപ്പെടാം അല്ലേ? അനൂപ്, സ്റ്റാർട്ട് ചെയ്തോ. നമസ്കാരം, ഞാൻ നിമ. ട്രിവാൻഡ്രം ജില്ലയിലെ കാട്ടാക്കടയിൽ നിന്ന് വരുന്നു. ഞാൻ ഇനി 9th സ്റ്റാൻഡേർഡിലാണ്. സെൻറ്റ് ഫിലിപ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിമ. നെക്സ്റ്റ് വൺ. എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ തൃപ്രയാറിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ SNDHSS നാട്ടിയാലാണ് പഠിക്കുന്നത്. മോനു? എൻ്റെ പേര് അജലുദയൻ. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഇനി 9th സ്റ്റാൻഡേർഡിലേക്കാണ്. 9th സ്റ്റാൻഡേർഡിലാണോ? അതെ. അതെ, പറഞ്ഞോ. ഞാൻ കൊട്ടിയം ചിൽഡ്രൻസ് ഫ്രണ്ട്സ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഓക്കെ ഓക്കെ. എൻ്റെ പേര് അദ്വൈതർ രാജേഷ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഇനി ആറിലോട്ടാണ്. ക്രൈസ്റ്റ് നഗർ ICC സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ദേവിക ഹരികുമാർ. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോതമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഇനി 5th സ്റ്റാൻഡേർഡിലേക്കാണ്. സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ മോളു, നെക്സ്റ്റ് വൺ. ഹായ്, ഞാൻ അനുഗ്രഹ. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഒല്ലൂരിൽ നിന്ന് വരുന്നു. ദേവമാത CMI പബ്ലിക് സ്കൂളിൽ 5th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, വെരി നൈസ്. അപ്പം എല്ലാവരും നമ്മളെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ജഡ്ജസിന് എന്താ പറയാനല്ലേ നോക്കാം. ജഡ്ജസ്, എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ ബെസ്റ്റ്. അതോടൊപ്പം തന്നെ ഗിവ് യുവർ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. ആൻഡ് മോഹൻ ആൻഡ് അനൂപ് ഫ്യൂച്ചറിൽ ഭയങ്കര നല്ല സിംഗേഴ്സായിട്ട് നല്ല വ്യക്തികളായിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. വരണം, ഇവിടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വരണം. ഓക്കെ മോഹൻ ആൻഡ് അനൂപ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായി ഈ വേദിയിൽ ഒന്നിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് അനൂപ് ശങ്കർ ആൻഡ് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 1 5 ഫൈനലിസ്റ്റ്. ഒരു മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ 2nd സീസൺ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം, കഴിഞ്ഞ സ്റ്റേജിൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുറെ സിംഗേഴ്സ് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തി. അതിൽ കുറച്ചു പേരാണ് ഇവർ. ടോപ്പ് 5 എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായികമാരും. ഇവർക്ക് മറ്റൊരു ചെറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചത്, ഇവർക്ക് വാദ്യാർ എന്ന ജയസൂര്യ ചിത്രത്തിൽ 2 ഗാനങ്ങൾ പാടാനുള്ള ഒരു ചെറിയ അവസരവും ഞങ്ങൾ കൊണ്ട് സമ്മാനിക്കാൻ സാധിച്ചു. 2 സംഗീത സംവിധായകരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയത്.
ഗൗതം എന്ന സംഗീത സംവിധായകനും ശ്രീ മനോജ് എന്ന സംഗീത സംവിധായകനും. ഇതിൽ ഗൗതം ഒരുക്കിയ ഗാനത്തിന് എന്നോടൊപ്പം ഈ കൊച്ചു കൂട്ടുകാരും പാടിയിട്ടുണ്ട്. സോ ഈ ഫാസ്റ്റ് പെപ്പി നമ്പർ നിങ്ങളുടെ മുമ്പിൽ പാടുന്നു. ഈ പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ്. സോ ആസ്വദിക്കുക. നിങ്ങൾക്ക് നല്ല കുറച്ച് നിമിഷങ്ങൾ ഈ പാട്ട് സമ്മാനിക്കുമെന്ന് കരുതുന്നു. ഹിയർ വി ഗോ. വഞ്ചിക്കൊടി ഓൻ കൊഞ്ചും കിളി ഓൻ ഇഷ്ടപ്പടി എന്ന കട്ടിപ്പുടി അടനിയാച്ച് നാനാച്ച് അടടടവാ വാ വാതി വാതി വഞ്ചിക്കൊടി ഓൻ കൊഞ്ചും കിളി ഓൻ ഇഷ്ടപ്പടി എന്ന കട്ടിപ്പുടി അടനിയാച്ച് നാനാച്ച് சங்கனியும் நாராசமா பூத்தி போட்டு பம்பு பம்பு உனக்கு பம்பு பம்பு ஏக்கில் மை லைஃப் ஆசைப்பட்டு பீலா போட்டு வாழ்ந்ததனால் சங்கு சங்கு உனக்கு சங்கு சங்கு வா வா வாதியாரே இது വൃത്തിയുള്ള വേല നീ എന്തിനുള്ള ചേല നേരെ നിനക്കറിയാമോ അക്ഷരമാല തട്ടുമുട്ടുകാര നീ പൊട്ട ബുദ്ധി പോരാ ഈ കുട്ടികൾക്കു വെട്ടമേക്കി നേർവഴി കാട്ടാൻ കെട്ടേറെ നൽകി വേക്കൻസി വാങ്ങിച്ച കാര്യമറിഞ്ഞാൽ ഇല്ലാത്ത ലൈസൻസ് ഉണ്ടെന്ന് കാട്ടി പള്ളി പുള്ളി ചെട്ടി മാതൃഭാഷ എടുത്താൽ ഈ പള്ളിക്കൂട പിള്ളേർ കുറെ വള്ളിയിൽ പിടിക്കും പുള്ളുവച്ച കൂട്ടം കൊണ്ട് പള്ളക്കടിക്കും വാ വാ വാതിയാരേവാ വഞ്ചിക്കൊടി ഓൻ കൊഞ്ചും കിളി ഓ ഇഷ്ടപ്പടി എന്ന കട്ടിപ്പുടി അടനിയാച്ച് നാനാച്ച് സപ്ലൈ കുറച്ചാൽ അതിലാകെ വല്ലാതെ മണ്ണു ചുവച്ചാൽ അതിനായി വയ്ക്കും ഫണ്ടൊക്കെ മാറ്റി നീ നിന്റെ ഇഷ്ടത്തിനഷ്ടി കഴിച്ചാൽ ഈ നാട്ടുകാര് ഈ നാട്ടുകാര് കൂടും നടു റോഡിലിട്ട് വേടും മുടി പഠിച്ച് പുള്ളി കുത്തി നാട് കടത്തും വാ വാ വാതി വാതി വഞ്ചിക്കൊടി പടി എന്ന കട്ടിപ്പുടി അടനിയാച്ച് നാനാച്ച്. താങ്ക് യു. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇനോഗ്രൽ ഫംഗ്ഷൻ ഇവിടെ മനോഹരമായി പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ 18 കണ്ടസ്റ്റൻസും മത്സരത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത എപ്പിസോഡ് മുതൽ അവരുടെ കോമ്പറ്റീഷൻ ആയിരിക്കും ഈ വേദിയിൽ നടക്കുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഗുഡ് നൈറ്റ്. സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായൂജ്യം നിൻ രൂപം മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാ
കോണ്ടസ്റ്റ് തുടങ്ങാൻ പാകത്തിനുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ഏറ്റവും നല്ല വൈബ്രേഷൻസ് തന്നു. ലാസ്യവതിയായി ദേവി വരുമോ ഏകാന്തജാലം തീർക്കാൻ കനകനൂപുരം. യു ഹാവ് എ സ്ട്രോങ് സ്റ്റേജ് പ്രസൻസ്. ശരത്ത് സ്റ്റേജിൽ നിന്ന് പാടിയാൽ അതിൽ തന്നെ ആൾക്കാരൊന്ന് നോക്കും, ആ ഇവൻ കൊള്ളാം. മോന്റെ മുഖത്തുണ്ട് ആ ഗ്രാമത്തിന്റെ ഒരു ശുദ്ധത, ഒരു ഒരു നിഷ്കളങ്കത ആ മുഖത്ത് ഞാൻ കളിയാടുന്നതായിട്ട് എനിക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. ഹായ്, ഞാൻ ഭാഗ്യലക്ഷ്മി. ജൂനിയർ അഡൽ സീസൺ 2-ൽ ഞാനുമുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സ്റ്റൈൽ ഓഫ് സോങ്ങിന് ഇത്ര ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണുന്നത്. നല്ലൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന് ഈ പാട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നു എന്നുള്ളതിലാണ് അതിൽ വലിയ കയ്യടി കൊടുക്കേണ്ടത്. ഇതൊരു തുടക്കം മാത്രമായിരിക്കട്ടെ. വെടിക്കെട്ട് പ്രകടനത്തിനായി നമ്മളെല്ലാവരും കണ്ണും കാതും കുറിപ്പിച്ച് കാത്തിരിക്കുന്നു ജൂനിയർ ഐഡൽ ജയ് ഹിന്ദ് ടിവിയിലെ സംപ്രേഷണം ചെയ്യുന്ന സീസൺ 2-ലൂടെ. Bijibal and Anup Shankar's costume sponsored by Status, Safalim Complex, Palayam, Trivandrum. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.